கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே പൊന്മണി. നമുക്ക് എന്തുകൊണ്ടാണ് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതും അതേപോലെ ഈ വാണിംഗ് പോലെയൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണെന്നല്ല നമ്മൾ അറിയാതെ. യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ട് ഷോർട്ട് പോളിസി എന്നും കാണിക്കാറുണ്ട്. അതേപോലെ മ്യൂസിക് എങ്ങനെ ഇതൊന്നും ഇല്ലാതെ ആഡ് ചെയ്യാന്നുള്ളതും ഒരു ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് ഒരു കോപ്പിറൈറ്റ് ക്ലെയിമിനെ കുറിച്ച് തന്നെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അതേപോലെ തന്നെ മറ്റുള്ള വെബ്സൈറ്റിൽ നിന്ന് ഞാനൊരു മ്യൂസിക് ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത സമയത്ത് യൂട്യൂബിൽ എനിക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം കാണിച്ചു. അതേപോലെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ നേരെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആഡ് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു കവർ സോങ് ഞാൻ ആഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. പക്ഷേ ആ ഒരു സോങ്ങിന് എനിക്ക് എന്താ പറയുക കോപ്പിറൈറ്റ് ക്ലെയിം വന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബിൽ നിന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നില്ല. പക്ഷേ ഗൂഗിൾ വഴി മറ്റ് വെബ്സൈറ്റിൽ നിന്നും നമ്മൾ ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ 99% കോപ്പിറൈറ്റ് ക്ലെയിം കാണിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയൊരു മലയാള സോങ് തന്നെ എടുക്കാം. നമ്മൾ ആ ഒരു സോങ് ചൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കും. ആ സമയത്ത് ആ ചൂസ് ചെയ്ത ആ സോങ്ങിന്റെ ഒറിജിനൽ ഓണർ ആരാണ്, ആ ഒരു ഓണർ നേരത്തെ തന്നെ നമ്മുടെ യൂട്യൂബിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് അവർക്കൊരു കണ്ടന്റ് ഐഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സോങ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അത് ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം തരുന്നതാണ്. ആ കോപ്പിറൈറ്റ് ക്ലെയിം കൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരാനില്ല. പക്ഷേ മോണിറ്റൈസ് ആയ ചാനലിനാണ് ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം കാണിക്കുന്നതെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് നമുക്ക് എത്രയാണോ റവന്യൂ കിട്ടിയത് ആ റവന്യൂ മൊത്തത്തിൽ ആ ഒരു സോങ്ങിന്റെ ഓണർ ആരാണോ ആ ഒരു ഓണറിന് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ മോണിറ്റൈസ് ആവാത്ത ചാനലിനാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ മോണിറ്റൈസ് ആവുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്താൽ മതി. ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാനല്ല പറയുന്നത്. ആ ക്ലിയർ ചെയ്യേണ്ട അവിടുത്തെ പ്രോബ്ലം എന്താണോ കോപ്പിറൈറ്റ് ക്ലെയിം കാണിക്കുന്നതിന്റെ ആ ഒരു കാര്യങ്ങൾ യൂട്യൂബ് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രോബ്ലം എന്താണോ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. ഹായ് ഹലോ, ഞാൻ ജ്യോതിഷ്. യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. യൂട്യൂബ് ടിപ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് ചെയ്യുക. അറിയുന്ന കാര്യങ്ങളുമാണെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് ഉദാഹരണത്തിന് ഒരു മലയാളം ട്രെൻഡായി നിൽക്കുന്ന ഒരു മ്യൂസിക് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു മ്യൂസിക് നമ്മുടെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് ആ ഒരു വീഡിയോ വൈറലായി, അതേപോലെ നല്ല ഗ്രോത്ത് ആവുകയും ചെയ്തു. കൂടാതെ നമുക്ക് അതിൽ നല്ല ഏണിങ്സും കിട്ടിയെന്ന് വിചാരിക്കാം. അത് കിട്ടി കുറേ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ വീഡിയോ ആ ഒരു ഓണർ ശ്രദ്ധിക്കപ്പെടുകയും അതേപോലെ തന്നെ ഓണർ അതിൽ നിന്നും നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം ഇനി തന്നിട്ട് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ദേഷ്യത്തിൽ അവർ നമുക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്ക് 90 ദിവസത്തിനുള്ളിൽ 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ യൂട്യൂബ് തന്നെ ഇല്ലാതാക്കപ്പെടും. അപ്പോൾ കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാനലിൽ ഒരിക്കലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമും അതേപോലെ ഈ സ്ട്രൈക്കൊന്നും ഇല്ലാതെ എങ്ങനെ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് പാറ്റേൺ ആയിട്ടുള്ള സോങ്ങുകൾ എടുക്കുക. നമ്മൾ ഒറിജിനൽ സോങ്ങിൻ്റെ ഒരു ടച്ചായിട്ട് കിട്ടുന്ന രീതിയിലുള്ള സോങ്ങുകൾ മാത്രം എടുക്കുക. ഒറിജിനൽ സോങ് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം അല്ലാത്ത രീതിയിലുള്ള സോങ്ങുകൾ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ ഷോർട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ തന്നെ കവർ സോങ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്നതല്ല. നമ്മൾ ഇപ്പോൾ ഒരു കവർ സോങ് ഒക്കെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് നമ്മൾ എടുത്ത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, നമ്മൾ ആ സോങ്ങിൻ്റെ ഫുൾ ഓണർ ആരാണോ അവരുടെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർക്കൊരു ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ അവർക്ക് സന്തോഷമാണ്. ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അവർക്ക് തരാൻ സാധിക്കുന്നതല്ല. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് ഇല്ലാതെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കൊരു വീഡിയോ സോങ് ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാന്നറിയും, അതിൻ്റെ ഒറിജിനൽ സോങ് അല്ലാതെ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു സോങ് തന്നെ നമുക്ക് എടുക്കാം. അത് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ
നമ്മുടെ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സോങ്ങിന് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ഡിഫറൻറ്റുകൾ വരുത്തി കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടൈമിൽ കുറഞ്ഞ വ്യത്യാസങ്ങൾ വരുത്തി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഒറിജിനൽ സോങ് യൂട്യൂബിൽ ഏത് ഇതിലാണോ കൊടുത്തത് ആ ഒറിജിനൽ രീതിയിലായിരിക്കും യൂട്യൂബ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ചെറിയ ചെറിയ എഡിറ്റുകളൊക്കെ ചെയ്യുന്ന ആ സമയത്ത് ഉണ്ടാവും അവിടെ നമ്മൾ ആ സോങ് ഒരിക്കലും യൂട്യൂബിന് അത് എങ്ങനെയാണ് നമ്മുടെ കോപ്പിറൈറ്റ് ഇത് ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മളങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻ്റ് ഒക്കെ വരുത്തി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ലഭിക്കുന്നതല്ല. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സോങ്ങിൻ്റെ ഒരു പാറ്റേൺ കവർ സോങ്ങിലൂടെ നമ്മൾ എടുക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും സോങ്ങിന്. എന്നാലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നതായിരിക്കും. കാരണം അത്രയും എഡിറ്റൊക്കെ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ വേറെ ഒരു ട്രിക്കും കൂടി നമുക്ക് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു സോങ് നേരെ യൂട്യൂബിൽ തന്നെ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള സോങ് അത് എടുക്കുക. അത് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ ഒരു ചെറിയൊരു ഷോട്ട്, ഒരു കുറഞ്ഞ സെക്കൻഡിലുള്ള ഷോട്ട് എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ ഇതേപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽ മൊത്തം ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക. അത് അൺലിസ്റ്റ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തിട്ട് അതിൽ ഒന്ന് നോക്കുക നമുക്ക് അതിൽ കോപ്പിറൈറ്റ് വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ കോപ്പിറൈറ്റ് വരുന്നില്ല എന്ന് കണ്ടാൽ എന്ത് ചെയ്യുക, നമുക്ക് ആ സോങ് എടുത്തിട്ട് നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ നമ്മളെ പബ്ലിക് ആക്കി ചെയ്തിട്ട് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ക്ഷീണം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ സോങ് അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളിലൂടെയുള്ള വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ചെറിയ ചെറിയ നുറുങ്ങുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഓഫ് ജ്യോതിഷ്. ബൈ.